സാക്ഷി ജീവിതം സാക്ഷി. നമസ്കാരം. ജീവിതം സാക്ഷിയിലേക്ക് സ്വാഗതം. ബഹുമാനപ്പെട്ട ജഡ്ജിംഗ് പാനലിന് എൻ്റെ നമസ്കാരം. വളരെ സങ്കടകരമായ ഒരു കേസാണെന്ന്. സാധാരണ മക്കൾ അച്ഛനെ അമ്മയെ ഉപേക്ഷിക്കുക, വൃദ്ധരായ മാതാപിതാക്കളെ ഏതെങ്കിലും വൃദ്ധസദനത്തിൽ ഏൽപ്പിച്ച് ഫ്രീ ആയിട്ട് നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന മക്കളെയൊക്കെ നമ്മൾ സർവ്വസാധാരണമായിട്ട് കണ്ടുവരുന്നുണ്ട്. വീട്ടിൽ തന്നെ ശരിയായിട്ട് അച്ഛനമ്മമാരെ നോക്കാത്ത മക്കളെയും കണ്ടുവരുന്നുണ്ട്. പക്ഷേ ഇന്നിവിടെ വന്നിരിക്കുന്നത് എൻ്റെ അമ്മ ഞങ്ങളെ മക്കളാണെന്ന് അംഗീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മകനും മകളും. അനാഥത്വമാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ ശാപം. ജന്മം നൽകിയ അച്ഛനും നൊന്തുപെറ്റ അമ്മയും ഉപേക്ഷിച്ചു പോയ രണ്ടു മക്കൾ, മോനിഷയും മനീഷും. അനാഥത്വത്തിലേക്ക് പിറന്നു വീണ ഈ കൂടപ്പിറപ്പുകൾ പെറ്റമ്മയുടെ സ്നേഹം തേടിയാണ് ജീവിതം സാക്ഷിയുടെ വേദിയിലെത്തിയിരിക്കുന്നത്. ഭാര്യയുമായുള്ള കലഹത്തെ തുടർന്ന് കുട്ടിക്കാലത്തെ ഇവരുടെ അച്ഛൻ മോഹനൻ നാടുവിട്ടുപോയി. അമ്മ ശോഭയാകട്ടെ നൊന്തുപെറ്റ മക്കളെ ഉപേക്ഷിച്ച് മറ്റു താവളം തേടി. ഈ കൂടപ്പിറപ്പുകളുടെ കണ്ണീരും സങ്കടവും ആ അച്ഛനമ്മമാരുടെ ഹൃദയത്തെ ആർദ്രമാക്കുമോ? സാധാരണ നമ്മൾ കണ്ടുവരുന്ന കാര്യങ്ങളുണ്ട്. പല അമ്മമാരും അച്ഛന്മാരും ഒക്കെ വയസ്സായി കഴിയുമ്പോൾ മക്കളെ ഞങ്ങളെ നോക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരാതികളുമൊക്കെ. അമ്മയാണ് സത്യം, അച്ഛൻ വിശ്വാസം എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അപൂർവമായിട്ട് അമ്മ അവഗണിച്ച രണ്ട് കുട്ടികൾ. അമ്മയെ നിങ്ങൾക്ക് തിരിച്ചു വേണം അല്ലേ? അമ്മയുടെ പേരെന്താ? ശോഭ. ശോഭ. എത്ര വയസ്സിലാണ് അമ്മ നിങ്ങളെ ഉപേക്ഷിച്ച് പോയത്? എനിക്ക് 3 വയസ്സ്, ഇവന് 2 വയസ്സ്. 2 വയസ്സും ഉള്ളപ്പോൾ. അച്ഛൻ എന്താ പേര്? അച്ഛൻ്റെ പേര് മോഹൻ. അച്ഛൻ്റെ പേര് മോഹൻ. ജോലി മേശിരിപ്പണിയായിരുന്നു. മേശിരിപ്പണി ചെയ്യുന്നവരാ. അമ്മയും ഒന്നിച്ച് വർക്ക് ചെയ്തിരുന്നാണ്? അമ്മയും അച്ഛനും ഒരുമിച്ച് ജോലിക്ക് പോകും? ഇല്ല, എൻ്റെ അമ്മ അച്ഛനും കൂടെ ആയിരുന്നു ഒരുമിച്ച് വർക്ക് ചെയ്തത്. ജോലിക്ക് പോയിരുന്ന അമ്മ വീട്ടിൽ തന്നെ ആയിരുന്നു? വീട്ടിൽ തന്നെ ആയിരുന്നു. അച്ഛൻ്റെ അമ്മയുടെയും പ്രേമവിവാഹമായിരുന്നു? അല്ലായിരുന്നു, അമ്മൂമ്മ ആലോചിച്ചതായിരുന്നു. ആലോചിച്ച് വെച്ചിരുന്ന. അപ്പം ഈ പോകാനുള്ള കാരണം അച്ഛൻ്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ച? അമ്മയുടെ ഭാഗത്തു നിന്നുള്ള തെറ്റായിരുന്നു. അത് അവരൊക്കെ പറഞ്ഞല്ലേ അറിയത്തുള്ളൂ? അമ്മൂമ്മയെല്ലാം പറഞ്ഞല്ലോ അറിഞ്ഞതാണ്. എങ്ങനെയാ പോയേ? അച്ഛൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ അമ്മ ഒന്നും വെച്ച് എടുക്കത്തുമില്ല. അപ്പുറത്തെ വീട്ടിൽ പോയി സംസാരിച്ചുകൊണ്ടിരിക്കും, TV കണ്ടോണ്ടിരിക്കും. അച്ഛൻ പണിയും കഴിഞ്ഞ് വന്ന് ചോറൊക്കെ വെക്കണം. അത് എത്ര ദിവസം കൊണ്ടാ കേട്ടോണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞ് ഒരു ദിവസം ഭയങ്കര വഴക്കായിരുന്നു. വഴക്കിട്ടപ്പോൾ അമ്മ ഒരടി, ഇത്ര ദിവസം അടിച്ചിട്ടേ ഇല്ലായിരുന്നു നേരെ, അന്ന് ഒരടി കൊടുത്തായിരുന്നു. അടിച്ചപ്പോൾ അമ്മ അങ്ങ് കരഞ്ഞോണ്ട് എൻ്റെ അമ്മൂമ്മയുടെ അടുക്കെ പോയി പറഞ്ഞപ്പോൾ എന്താ അമ്മൂമ്മ ചോദിക്കാൻ, അമ്മൂമ്മയും അപ്പൂപ്പനും കൂടെ വന്ന് ചോദിക്കാൻ വേണ്ടി വരാമെന്നും പറഞ്ഞ് വന്നപ്പോഴത്തേക്കും പേടിച്ച് അച്ഛനങ്ങ് പോയതാ. പിന്നെ ഒരു 2-3 വർഷം കഴിഞ്ഞ് ഞങ്ങൾ സ്കൂളിൽ ചേർന്നപ്പോൾ വന്ന് ഞങ്ങളെ കൊണ്ടുപോയിക്കോളാം, ഞങ്ങളെ കാണാൻ വരുമായിരുന്നു. വന്ന് ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം, അമ്മയും കൊണ്ടുപോയിക്കോളാം എന്നൊക്കെ പറഞ്ഞപ്പോൾ മാന്നാത്ത് കുരട്ടിയിൽ അമ്പലത്തിൻ്റെ അവിടെ വെച്ചായിരുന്നു. അമ്മ കണ്ട് വാടി, ഞങ്ങൾ ഇനിയും കൊണ്ടുപോയിക്കോളാം, കുഞ്ഞുങ്ങളെ ഞങ്ങൾ നോക്കിക്കോളാം, വാ പോവാന്ന് പറഞ്ഞപ്പോൾ അമ്മ അവിടെ വെച്ച് ചെരുപ്പ് ഊരി അച്ഛനെ അടിച്ചിട്ട് നിങ്ങളുടെ കൂടെ ഒന്നും ഞാൻ വരത്തില്ല, അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറഞ്ഞ് അങ്ങ് പോയി. പിന്നെ അച്ഛൻ വന്നിട്ടേ ഇല്ല. ഇത്രയും വർഷമായി അച്ഛൻ വന്നിട്ടേ ഇല്ല. പിന്നെ അമ്മ അങ്ങ് ഒറ്റയ്ക്ക് അങ്ങ് താമസിക്കുമായിരുന്നു. ഞങ്ങളുടെ അമ്മൂമ്മയുടെ അപ്പൂപ്പൻ്റെ കൂടെ ആയിരുന്നു. പിന്നെ അമ്മ അങ്ങ് പോയി ഒറ്റയ്ക്ക് താമസമായിരുന്നു? എവിടെ താമസം? അതേ സ്ഥലത്തോ? അതേ സ്ഥലത്തായിരുന്നു. ഞങ്ങളുടെ അമ്മൂമ്മ അന്ന് ഒരു 5 സെന്റ് സ്ഥലവും ഒരു വീടും ഒരു കോളനിയിൽ വാങ്ങിച്ചു കൊടുത്തായിരുന്നു. ആ സ്ഥലത്തായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങളുടെ കൂട്ടിന് അപ്പൂപ്പൻ്റെ അമ്മയുണ്ടായിരുന്നു, കൂട്ടിനുണ്ടായിരുന്നു. അവർ കുറച്ച് നാളെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ അമ്മയുടെ നടപടിക്ക് ഒന്നും ശരിയല്ലാതെ അമ്മ ഇനി ഒരുത്തനെ സ്നേഹിച്ച്, മുസ്ലിമായിരുന്നു, അവരെ സ്നേഹിച്ച് കെട്ടി ഒരു 10-15 വർഷത്തോളം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അവരെ കളഞ്ഞിട്ട് ഇനി ഒരുത്തൻ്റെ കൂടെ പോയായിരുന്നു. അയാളെയും കളഞ്ഞിട്ട് ഇനി ഒരുത്തൻ്റെ കൂടെ പോയി. പിന്നെ അയാളെയും കളഞ്ഞിട്ട് ഇപ്പം 4ാമത് ഒരുത്തൻ്റെ കൂടെ നിൽക്കുക. എന്താണ് ആ സ്ത്രീയുടെ സാഹചര്യം നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഈ 3 വയസ്സ് വരെ അച്ഛൻ വഴക്കുണ്ടാക്കി അമ്മയെ കളഞ്ഞിട്ട് പോയതാണ് ആദ്യം അല്ലേ? അവിടാണ് തുടക്കം. എന്നിട്ട് അമ്മ നിങ്ങളെ നോക്കിക്കൊണ്ട് നിങ്ങളെ 3 വർഷം വളർത്തി? ഇല്ല, അപ്പോഴും ഞങ്ങൾ പാതി നേരം ഞങ്ങൾ അമ്മയുടെ അവിടെ ആയിരുന്നു. എപ്പോഴെങ്കിലും ഉണ്ട് അമ്മ അങ്ങ് അടുക്കള ജോലിക്ക് പോകുമായിരുന്നു. അമ്മ അടുക്കള പണിക്ക് പോവായിരുന്നു അമ്മ. അപ്പൊ ഞങ്ങൾ അമ്മൂമ്മയുടെ അടുക്കലായിരുന്നു. അമ്മ പണിക്ക് പോകുമ്പോ മക്കൾ അങ്ങനെ നിൽക്കണമല്ലോ, കൊച്ചുകുട്ടികളല്ലേ? അമ്മൂമ്മയുടെ അടുത്താകെ അല്ലാതെ നിങ്ങളെ കൊണ്ട് പോകാൻ പറ്റത്തില്ലല്ലോ. അതില്ല.
അപ്പൊ അമ്മൂമ്മയുടെ അടുത്ത് ആക്കിയിട്ട് പോയി. അമ്മ പോകണ്ടെന്നായിരുന്നു പറഞ്ഞത്, ജോലിക്കൊന്നും പോകണ്ടായിരുന്നു. അമ്മ അങ്ങ് ഭയങ്കര തൻ്റെടിയായിരുന്നു അപ്പോഴേ. ആരും പറയുന്ന കേൾക്കത്തേ ഇല്ലായിരുന്നു. അമ്മൂമ്മ പറയുന്നതും കേൾക്കത്തില്ല, അപ്പൂപ്പൻ പറയുന്നതും കേൾക്കത്തില്ല. അടങ്ങി ഒതുങ്ങി ഇവിടെ നില്ല, നിന്നെ എന്നാണേലും ഞങ്ങൾ ചേർത്ത് വയ്ക്കാം അങ്ങനൊക്കെ പറയുമ്പോൾ കേൾക്കത്തേ ഇല്ലായിരുന്നു. അമ്മയും അച്ഛനെ അങ്ങ് തലയാടി പറിക്കും, അങ്ങനൊക്കെ ഉള്ള ഒരു സ്വഭാവമൊക്കെ ആയിരുന്നു. പിന്നെ അവരങ്ങ് വിട്ട്, പറഞ്ഞാൽ കേൾക്കുന്നില്ലല്ലോ എന്തോ കൊടുക്കാനൊന്നും പറഞ്ഞങ്ങ് വിട്ടായിരുന്നു. വിട്ട് കുറച്ച് നാളെ ഞങ്ങളുടെ കുഞ്ഞമ്മയും മാമനും ഒക്കെ ആയിരുന്നു ഞങ്ങളെ നോക്കിയത്. കുഞ്ഞമ്മ അപ്പം 6ാം ക്ലാസ്സിൽ പഠിക്കുമായിരുന്നു. അവരുടെ പഠിപ്പ് കിടരുതല്ലോ എന്നും പറഞ്ഞ് അമ്മ നിൽക്കുന്ന വീട്ടിൽ ഞങ്ങളെ കൊണ്ട് വിട്ടിട്ട് പഠിക്കാൻ പോകുമായിരുന്നു. അവർ നിൽക്കട്ടെ എന്നായിരുന്നു പറഞ്ഞത്. അവിടുത്തെ ആൾക്കാർ നിൽക്കട്ടെ എന്നാണ്, കൊച്ചുങ്ങളെ നിൽക്കട്ടെ എന്നായിരുന്നു പറഞ്ഞത്. അമ്മ ഇച്ചിരി കഴിഞ്ഞ് കുഞ്ഞമ്മയുടെ പഠിക്കുന്ന സ്കൂളിൽ കൊണ്ടുവിടുമായിരുന്നു. അങ്ങനെ അവരുടെ പഠിത്തമെല്ലാം അങ്ങ് പോയായിരുന്നു. ഞങ്ങളെ സ്കൂളിൽ കൊണ്ടുവിടുമ്പോൾ സാറുമാർക്ക് ഡിസ്റ്റർബൻസ് ആയതുകൊണ്ട് പഠിത്തം വരെ അങ്ങ് പോയായിരുന്നു. സ്കൂളിൽ നിന്ന് സാറുമാർ വന്ന് അവരെ വഴക്കമൊക്കെ പറഞ്ഞായിരുന്നു, പഠിക്കാൻ വാ, പിള്ളേർ ഇവിടെ നിർത്തിയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇതേപോലെ ഞങ്ങളുടെ കുഞ്ഞമ്മമാർ അമ്മയോട് പറഞ്ഞിട്ട് നിന്റെ കൊച്ചുങ്ങളെ നോക്കി നീ വീട്ടിൽ ഇരി, അമ്മയും അപ്പൂപ്പനും ഉണ്ടല്ലോ നോക്കിക്കോളൂ, നീ വീട്ടിൽ ഇരിക്കാൻ പറഞ്ഞു. പിന്നെ ആരും എൻ്റെ കൊച്ചുങ്ങളെ നോക്കണ്ട, ഞാൻ നോക്കിക്കോളാം എന്നും പറഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് ഞങ്ങളെ വന്ന് വിളിച്ചുകൊണ്ട് പോയി. വിളിച്ചുകൊണ്ട് ഒരു അനാഥ ആശ്രമത്തിൽ കൊണ്ട് ചേർത്ത് ഞങ്ങളുടെ വീട്ടിൽ ആരോടും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ കൊണ്ടുപോകാമെന്നും പറഞ്ഞു. ഞങ്ങൾ കുഞ്ഞമ്മയും അമ്മൂമ്മയും അപ്പനല്ലേ അമ്മയുടെ കൂടാന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ അംഗനവാടി കൊണ്ടുപോയി നോക്കിയപ്പോൾ അവിടെ വന്നിട്ടില്ലായിരുന്നു. അംഗനവാടി പോയി നോക്കിയപ്പോൾ അമ്മൂമ്മ അപ്പൂപ്പനും വന്ന് നോക്കിയപ്പോൾ 2-3 ദിവസം കൊണ്ട് പിള്ളേരെ കാണുന്നില്ല, എന്ത് ചെയ്യടിയെന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞേ ഇല്ലെന്ന്, അവരെ തലയാടി പറിച്ചെന്ന്. പിന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുത്ത് പോലീസുമായിട്ട് അമ്മയുടെ അടുക്കെ പോയി പറഞ്ഞു. അപ്പോൾ ഇതേപോലെ ഒരു അനാഥ ആശ്രയത്തിൽ കൊണ്ട് വിട്ടേക്കുക അവിടെ ആണെന്ന് പറഞ്ഞത്. പിന്നെ ഞങ്ങളുടെ അമ്മ പെരപണിക്കുള്ള ലോൺ എടുത്ത് പൈസ കൊണ്ട് ഞങ്ങളെ കൊണ്ടുപോയി ഇറക്കി കൊണ്ടുവന്ന് ഞങ്ങളുടെ അമ്മൂമ്മയുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് അമ്മൂമ്മയുടെ അടുക്കലായിരുന്നു ഞങ്ങൾ. ഇത്രയും വർഷം ഞങ്ങൾ അങ്ങനെ അവിടെ ആയിരുന്നു. ഞാൻ 7ാം ക്ലാസ് വരെ പഠിച്ചുള്ളൂ, ഇവൻ 10ാം ക്ലാസ് വരെ പഠിച്ചായിരുന്നു. അത്രേ പഠിച്ചുള്ളായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിടയ്ക്ക് അമ്മ വീട്ടിൽ വരുമ്പം വന്നിട്ടും ഇല്ല, കണ്ടിട്ടും ഇല്ല, ഒന്നുമില്ല. പിന്നെ എനിക്ക് 17ാമത്തെ വയസ്സിൽ എൻ്റെ കല്യാണം അറിഞ്ഞപ്പോൾ ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞെന്ന് തോന്നുന്നു. പറഞ്ഞു കേട്ടോണ്ട് വന്നായിരുന്നു. എൻ്റെ ഒരു മോളല്ലയോ, ഞാൻ എന്തെങ്കിലും സഹായിക്കാം, ഞാൻ കെട്ടിച്ച് വിടാം, ഞാൻ എല്ലാം ചെയ്തോളാന്നും പറഞ്ഞ് വിട്ടു. ആ സമയത്താണ് എൻ്റെ ആങ്ങളെ ഇങ്ങനെ അങ്ങ് പോയായിരുന്നു. അതിൻ്റെ സംഭവം കഴിഞ്ഞ് ആങ്ങളെ ഇങ്ങനെ തിരിഞ്ഞങ്ങ് എവിടെ പോയെന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. ഞങ്ങളുടെ അമ്മൂമ്മ ഒരു ദിവസം മാന്നാത്ത് പോയപ്പോൾ ഒരു അമ്പലത്തിൽ ഉത്സവത്തിന് പോയപ്പോൾ ഇതിനെ കണ്ടപ്പോൾ എൻ്റെ പരുവല്ലോ ഒരുപോലത്തെ ഒരു പരുവായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ വിളിച്ചോണ്ട് വരുമായിരുന്നു. നീ വാടാ, ഞങ്ങളുണ്ട് നിന്നെ നോക്കാനോ അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചോണ്ട് വന്ന് നല്ലപോലൊക്കെ ഇരിക്കുമായിരുന്നു. ഇവന് എൻ്റെ കല്യാണത്തിന് വന്നു കഴിഞ്ഞ് ഇതേപോലെ 20 പവനും 20,000 രൂപയും തരാമെന്ന് എന്നെ തമിഴ്നാട്ടിലേക്ക് അടിച്ചു വിട്ടത്. തരാമെന്ന് പറഞ്ഞ് കല്യാണം മറ്റന്നാൾ കല്യാണം, ഇന്ന് വരെ സ്വർണ്ണം ഒന്നും റെഡിയാക്കിയില്ല. പിന്നെ അമ്മൂമ്മ കട എല്ലാം വാങ്ങി 10 പവൻ തന്ന്, പിന്നെ 10 പവൻ തരാമെന്നും പറഞ്ഞ 10 പവൻ തന്ന് കെട്ടിച്ചു വിട്ട്. കല്യാണത്തിന് വരെ വന്നായിരുന്നു. കല്യാണത്തിന് വന്ന് അവിടെ എല്ലാം വന്ന് കണ്ട് അങ്ങനൊക്കെ വന്നതാണ്. പിന്നെ അതേ കഴിഞ്ഞ് ഇന്ന് വരെ തിരിഞ്ഞു നോക്കിയിട്ടുമില്ല, എടുത്തിട്ടുമില്ല, ഒന്നും ചെയ്തിട്ടുമില്ല. ഇപ്പോൾ ഒരു വർഷത്തിന് മുന്നേ ഒരു പ്രാവശ്യം ഞങ്ങളുടെ വീട്ടിലങ്ങ് എല്ലാവരും അങ്ങ് അനാഥകളല്ലയോ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് അങ്ങ് സഹിക്കാൻ വയ്യായിരുന്നു. അപ്പം ഞാൻ ഇവനും കൂടെ വന്ന് ഞങ്ങളുടെ അമ്മയുടെ അടുക്കെ പോയി. എത്ര ആണെങ്കിലും ഞങ്ങളുടെ അമ്മയല്ലയോ, നിങ്ങളല്ലേ ഞങ്ങളെ നോക്കേണ്ടത്, എത്ര ആണെങ്കിലും കുഞ്ഞമ്മയൊക്കെ അമ്മയ്ക്ക് അടുത്തല്ലേ, ഞങ്ങൾ നിങ്ങളെ നോക്കിക്കോളാം, ഞങ്ങളുടെ കൂടെ വാ, അല്ലെങ്കിൽ ഞങ്ങളെയും കൂടെ താമസിപ്പിക്കുക എങ്ങനെ പറഞ്ഞപ്പോൾ ഇങ്ങനെ പിള്ളേരേ ഇല്ല, ഞാൻ പെറ്റട്ടേ ഇല്ല. അവിടെയുള്ള നാട്ടുകാരെ എല്ലാവരോടും പറഞ്ഞു ഞാൻ പെറ്റട്ടേ ഇല്ല, എനിക്ക് കുഞ്ഞുങ്ങളെ ഇല്ല, അങ്ങനൊക്കെ പറഞ്ഞായിരുന്നു. ഇപ്പൊ അപ്പൂപ്പൻ മരിച്ചപ്പോ അറിയിച്ചിട്ട് പോലോ ഒന്ന് വന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ലായിരുന്നു. സ്വന്തം അച്ഛൻ മരിച്ചപ്പോ അച്ഛനും അമ്മയും ഇല്ലെന്നാ പറഞ്ഞിരുന്നു. മോൻ അമ്മയോട് സംസാരിച്ചിട്ടുണ്ടോ ഇതിനെപ്പറ്റി എപ്പോഴെങ്കിലും? ഞാൻ പറയുന്നതിന്റെ അത്ര ഇവനുള്ള ഒരു സാമർത്ഥ്യം ഇല്ല എന്റെ അടുക്ക്. മോൻ എവിടെ നിന്ന് പോയ ഇടയ്ക്ക് പുറപ്പെട്ടു പോയേ? ഞാൻ കുറച്ചാൾ എൻ്റെ അമ്മയുടെ കൂടെ തന്നായിരുന്നു. അമ്മയുടെ കൂടെ പോയി. അത് എവിടെ, ഏത് സ്ഥലത്ത്? മാന്നാറ്. അങ്ങനെ അമ്മ 2ാം കെട്ടിയ പോയാല് പുള്ളിയുടെ പേര് മതത്തിലുമൊക്കെ ആയിരുന്നു ചേർന്ന്. അങ്ങനെ എന്നെ ബോർഡിങ് കൊണ്ടുവിട്ടേക്ക്. ആറാട്ടുപുഴ എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അവിടെ ബോർഡിങ് കൊണ്ട് ചേർത്തിരിക്കും. അവിടുത്തെ പേരും അവരുടെ ഇതിലുള്ള പേരും ഇതൊക്കെ ചേർത്ത് നിർത്തിയേക്കുമായിരുന്നു. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഞാൻ വീട്ടിൽ വന്നപ്പോൾ അമ്മ രാവിലെ പണിക്ക് പോകാമെന്നും പറഞ്ഞുകൊണ്ട് പോയി. ഞാൻ വൈകിട്ടായിട്ടും വീട്ടിൽ വന്നപ്പോൾ അമ്മയെ കാണുന്നില്ല. പിറ്റേ ദിവസം രാവിലെ ആയി, അമ്മയെ കാണുന്നില്ല. ഞാൻ തിരക്കി ചെന്നപ്പോൾ
ഇവിടെ പണിക്ക് വന്നായിരുന്നു. പിന്നെ വൈകിട്ട് മുതലും ഇങ്ങോട്ടൊന്നും കണ്ടിട്ടില്ല. ഇന്നലെ വന്നില്ല, ഇന്ന് വന്നില്ലെന്ന് പറഞ്ഞ് 2-3 ദിവസമായെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വാടകയ്ക്ക് അവിടെ താമസിക്കുന്നത്. രണ്ടാം അച്ഛൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്കറിയത്തില്ല, നീ എങ്ങോട്ടാന്ന് വെച്ചാൽ പൊയ്ക്കോളാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ കുറച്ച് കൂട്ടുകാരെ വിളിച്ചു, കാര്യങ്ങൾ പറഞ്ഞു. അതിനെന്താ കുറച്ച് ദിവസം ഞങ്ങളുടെ വീട്ടിൽ നിൽക്കുക. അങ്ങനെ കൂട്ടുകാരെ വീട്ടിലും ഒക്കെ ആയിട്ടായിരുന്നു സഹകരണം. അവിടെ തന്നെ നിന്നുണ്ട്? അവിടെ തന്നെ നിന്നുണ്ട്. എത്ര വയസ്സുണ്ടായിരുന്നു മനീഷിനപ്പോൾ? അന്നേരം എനിക്ക് 7 പഠിക്കുന്ന സമയം. 7 പഠിക്കുന്നത്, 12-13 വയസ്സ് പ്രായം അല്ലേ? അതെ. അപ്പൊ അവിടെ രണ്ടാം അച്ഛൻ എങ്ങനെയാണ്, സ്നേഹമായിട്ടൊക്കെ നോക്കുമായിരുന്നു? ഇല്ലായിരുന്നു. പിന്നെ എങ്ങനെ അവിടെ താമസിക്കാൻ പറ്റി? പിന്നെയും ഇല്ല, പുള്ളി അങ്ങ് പോയി. അത് കഴിഞ്ഞ് പുള്ളിയും പോയി. പിന്നെ ആ കൂട്ടുകാരുടെ വീട്ടിലൊക്കെ നിന്നാ വളർന്നത്. അവിടെ തന്നെ. പിന്നെ ആവുന്ന ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുമായിരുന്നു. ആരുടെ കൂടെ നിന്ന്? കൂട്ടുകാരുടെ കൂടെ നിന്ന് ആ പ്രായത്തിലൊരു കുട്ടി എങ്ങനെ വളരുമായിരുന്നു? തൊട്ടടുത്ത് അവിടെയുള്ള വീടായിരുന്നു. ആരുടെ? ഞങ്ങളുടെ അമ്മയുടെ വീടിന്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ വീടാണ് ആ ആളിന്റെ. അങ്ങനെ കൂട്ടുകാര് അവരുടെ അല്ലെങ്കിൽ നല്ല സഹകരണമായിരുന്നു. കൂട്ടുകാരുടെ വീട് അയൽവക്കക്കാര്. അപ്പൊ അവരുടെ വീട്ടിലെ ഉറക്കവും ആഹാരവും ഒക്കെ അവിടെ തന്നെ? ആഹാരം ഇല്ലെങ്കിലും ഉറക്കം ഒരു നേരമൊക്കെ കഴിച്ചോണ്ടായിരുന്നു കിടന്നതും ഒക്കെ. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ അമ്പലത്തിൽ ഉത്സവത്തിന് വന്നപ്പോൾ വാടക വീട് വിട്ടിട്ടില്ല? വാടക വീടൊക്കെ വിട്ടു. അന്നേരം അതിൻ്റെ അകത്തുള്ള ഇതൊന്നും തുണിയോ അതോ ഇതൊന്നും എടുക്കാനുള്ള അന്നേരം പക്വത നമുക്കൊന്നും ഇല്ല. ഒന്നും അറിയാൻ വയ്യ. അന്നേരത്തെ ഇതില് പോരുന്നു. തിരിച്ചു വീണ്ടും അമ്മമ്മയുടെ അടുത്ത് എത്ര വർഷം കഴിഞ്ഞു അപ്പോഴത്തേക്കും? അപ്പോഴത്തേക്ക് എൻ്റെ പെങ്ങളുടെ കല്യാണത്തിന് സമയത്താണ് ഞാൻ വരുന്നത്. എന്ന് പറയുമ്പോ ഒരു 2-3 കൊല്ലം കഴിഞ്ഞാണോ അല്ലേ? 6-7 വർഷം. 16-ാമത്തെ വയസ്സിലാണ് ഞങ്ങളുടെ അടുക്കെ വന്നത്. അത് ശരി. എനിക്ക് 17-ാമത്തെ വയസ്സിലാണ് കല്യാണം. എൻ്റെ 16-ാമത്തെ വയസ്സിലാണ് ഞങ്ങളുടെ അടുക്കെ വന്നത്. അപ്പൊ ഈ മോനെ പഠിത്തത്തിനൊക്കെ ആ സ്കൂളുകാർ തന്നെ ഏറ്റെടുത്ത് അതൊക്കെ നടത്തി? ഒരു മുസ്ലിം സ്കൂളായിരുന്നു. ഇവന് രണ്ടാമത് കെട്ടിയത് വന്ന മുസ്ലിമിനെ ആയിരുന്നു. ഇവന്റെ പേര് ഷാനവാസ് എന്നാക്കിയത്. മുസ്ലിം സ്കൂളിലായിരുന്നു ചേർത്തത്. എല്ലാം അവരുടെ ചെലവായിരുന്നു. അങ്ങനെ അവരുടെ ഒരു ഇതുകൊണ്ടങ്ങ് പഠിച്ചു ഒക്കെ ചെയ്തു. അത് കഴിഞ്ഞ് തിരിച്ചു പോരുന്നു, അമ്മമ്മയുടെ അടുത്ത് പോരുന്നു. അത് കഴിഞ്ഞ് പഠിക്കാനൊന്നും ഒത്തില്ല. പിന്നെ മോൻ എന്ത് ചെയ്തു? പഠിക്കാനൊന്നും ശ്രമിച്ചില്ലേ? പഠിക്കാൻ പിന്നെ സാഹചര്യം ഒത്തില്ല. പഠിപ്പിക്കാനും ആരുമില്ല, പഠിക്കാനും ഉള്ള സാഹചര്യം ഇല്ല. അങ്ങനായി ഇങ്ങനെ നിർത്തി. ജോലിക്ക് പോകാൻ തീരുമാനിച്ചു. പിന്നെ ജോലിക്ക് പോയായിരുന്നു. ജോലിക്ക് ഏത് പണിയായിരുന്നു? മേശരി പണിയായിരുന്നു. മേശരി പണിക്ക് അത്യാവശ്യം കിട്ടുന്നതും വീട്ടിൽ സഹായിക്കാൻ അമ്മയ്ക്കോ അപ്പൂനെ കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. മോന് ഈ അമ്മ വിട്ടിട്ട് പോയി എന്നുള്ളതിൻ്റെ പേരിൽ എന്തെങ്കിലും തരത്തിലുള്ള മോശം സ്വഭാവങ്ങളോ ദുശീലങ്ങളോ ഉണ്ടായിട്ടുണ്ടോ? മിക്കപ്പോഴും ഓരോരുത്തരും ഓരോ ഇത് പറയുമ്പോഴും അതിൻ്റെ വിഷമത്തിൽ മദ്യപിക്കാറുണ്ടായിരുന്നു. അല്ലാതെ മറ്റെന്തെങ്കിലും മറ്റുള്ള ദുശീലങ്ങളൊന്നും ഇല്ലായിരുന്നു. മദ്യപിക്കും, പിന്നെ സിഗരറ്റ് വലിക്കുമായിരുന്നു. ഇപ്പൊ മദ്യപിക്കുന്നുണ്ടോ? ഇപ്പൊ ഇല്ല. 3-4 മാസത്തെ കൊണ്ട് നിർത്തിയേക്കാണ്. അവ എന്തായാലും അമ്മയുടെ ആ ഒരു പോക്ക് വിശ്വസിച്ച് വളർത്താമെന്നും പറഞ്ഞ് കൊണ്ടുപോയിട്ട് മതം മാറ്റി, ഒരു കുഞ്ഞിന്റെ അഭിപ്രായമോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ലല്ലോ. അവന്റെ മതവും മാറ്റാനോ അവന്റെ പേര് മാറ്റാനോ അവന്റെ അച്ഛനെ മാറ്റാനോ ഒന്നിനും ആ കുട്ടിയുടെ അനുവാദത്തിന്റെ ആവശ്യമില്ല. മാറ്റി അങ്ങനെ കൊണ്ടുപോയി ആക്കിയിട്ട് ഒരു സുപ്രഭാതത്തിൽ അമ്മയുടെ താല്പര്യത്തിന് വേറെ ഒരാളുടെ കൂടെ പോയി. ഈ രണ്ടാമത് വന്ന മനുഷ്യരും ഈ കുട്ടിയുടെ ഭാവി എന്താവും? അതിന്റെ സമുദായം മാറി, അതിന്റെ പേര് മാറി, അതിന്റെ എല്ലാ ഐഡന്റിറ്റിയും മാറി. ഈ കുട്ടി അതിനെ ഒരു പ്രോപ്പറായിട്ട് അതിന്റെ വീട്ടിലേക്ക് തിരിച്ചെത്തിക്കാനുള്ള ഒരു സാമാന്യ മര്യാദ അയാളോ അയാളുടെ കുടുംബക്കാരോ ആരും നോക്കിയില്ല. അവിടെ ഉപേക്ഷിച്ച് അയാളുടെ പാട്ടിന് പോയി. പിന്നെ തെരുവിലും അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് എന്തോ നല്ല മനുഷ്യരായതുകൊണ്ട് ഒരു പഠിപ്പിക്കാൻ അത്രയെങ്കിലും ആ ഒരു സമുദായത്തിലുള്ളവർ ശ്രമിച്ചു. അത് തന്നെ വലിയ കാര്യം. പിന്നെന്തായാലും തിരിച്ചെത്തിയത് കൊണ്ട് നിങ്ങളിപ്പോഴും വലിയ കുഴപ്പമില്ലാതെ നിൽക്കുന്നു. അതല്ലെന്നുണ്ടെങ്കിലും ഇങ്ങനെയൊക്കെ വളർന്ന കുട്ടികളൊക്കെ ഒരുപാട് ദുശീലത്തിനും ഇങ്ങനെയൊക്കെ ആയിപ്പോയാൽ തിരിച്ചു കൊണ്ടുവരാൻ വലിയ പാടാണ്. ആ കാര്യത്തിൽ നിങ്ങളുടെ അമ്മ എവിടെയോ ഒരു പുണ്യം ചെയ്തിട്ടുണ്ടെന്ന് വേണം പറയാൻ. മനീഷ് കല്യാണം കഴിച്ചാണോ? ആണല്ലേ. ഭാര്യ എവിടുത്തെ കാര്യ? വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ളത്. അടുത്ത് തന്നെ കുട്ടി. വീട്ടുകാരൊക്കെ ആലോചിച്ച് ചെയ്താണോ? അല്ല, സ്നേഹിച്ച് കല്യാണം കഴിച്ചതാ. ഇപ്പൊ വീട്ടിലുണ്ടോ ഭാര്യ? ഇല്ല. അതെന്ത് പറ്റി? അത് അവരുടെ വീട്ടിൽ തന്നെ താമസിക്കണമെന്നാണ് അവരുടെ ഇത്. ഞാൻ ജോലി ചെയ്യുന്ന കാശ് മൊത്തം എൻ്റെ വൈഫിൻ്റെ കയ്യിലായിരുന്നു കൊടുത്തോണ്ടിരുന്നത്. വൈഫ് അവരുടെ അമ്മയുടെ കൊടുക്കുമായിരുന്നു. എനിക്കൊരു കുട്ടി ജനിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കത് കൊടുക്കാൻ പറ്റത്തില്ല, ചിലവിനുള്ള എന്താന്ന് വെച്ചാൽ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മാറ്റി വെക്കുന്ന പൈസ എടുത്തു ഇവിടെ അമ്മയുടെ കൊടുക്കും. എനിക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞാൻ ഡയറക്റ്റ് അവർ അമ്മയെടുത്ത് ചോദിക്കണം.
അങ്ങനെ ചോദിക്കുമ്പം അവർ പറയുന്നത് അവൻ ജോലി ചെയ്യുന്നതല്ല ഞങ്ങൾക്ക് കൊണ്ട് തരുന്നില്ല, അവൻ ആവശ്യമുള്ള ഞങ്ങൾ കൊടുക്കുവാന്ന്. അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഇത്തിരി വിഷമങ്ങളായി. അങ്ങനെ എനിക്കെന്തെങ്കിലും സംസാരിക്കാൻ പറ്റാത്ത സാഹചര്യമായി. അങ്ങനെ സംസാരിക്കണം എന്ന് പറയുമ്പോൾ രണ്ടെണ്ണം പോയി കഴിക്കുമായിരുന്നു. കഴിച്ചിട്ട് എന്ന് സംസാരിക്കും. പിന്നെ അത് മദ്യപിച്ച് സംസാരിക്കുന്ന കാര്യമായിട്ട് മാത്രമാവും, അതിന് ഗൗരവമില്ലാതെ പോകും. പിന്നെ ഇതിനെക്കുറിച്ചുള്ള ഇത് അച്ഛൻ വരുമ്പോൾ അച്ഛൻ്റെ അടുത്ത് വേറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഞാനും അച്ഛനും കൂടെ പലതവണ അടിയുണ്ടായിട്ടുണ്ട്. ഭാര്യയുടെ അച്ഛനുമായിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത്, എൻ്റെ ഭാര്യയല്ല പറഞ്ഞു കൊടുക്കുന്നത്, അമ്മ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും ഒരു 3-4 തവണ എൻ്റെ അമ്മായിപ്പനായിട്ട് ഞാൻ അടിയുണ്ടാക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ പുള്ളിക്കാരി ഇതിനെക്കുറിച്ച് സത്യാവസ്ഥ ഒന്നും അറിയുന്നുമില്ല, തിരക്കുന്നുമില്ല. അവർ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ മാത്രം കേട്ടുകൊണ്ടാണ് ചെയ്യുന്നത്. മോനിഷ കണ്ടിട്ടുണ്ടോ നമ്മുടെ മനീഷിന്റെ ഭാര്യയെ? കണ്ടിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ സ്കൂളിന്റെ അവധിക്ക് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. വന്നപ്പോൾ ഇതേപോലെ പ്രശ്നമൊക്കെ ആണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ പോയായിരുന്നു. ഞാൻ കൊച്ചിനെ പോയി ഒരു ഡ്രസ്സ് എടുത്തുകൊണ്ട് പോയി കണ്ടിട്ട് കൊച്ചിനോട് സംസാരിച്ചിട്ട് എല്ലാം ഞാൻ അവരോട് എല്ലാം പറഞ്ഞു. അവൻ്റെ ഭാഗത്ത് തെറ്റാണേലും അവൻ ചെയ്ത തെറ്റിനെല്ലാം ഞാൻ കാല് പിടിച്ച് മാപ്പ് പറയാം, എന്നെ വിശ്വസിച്ച് നിങ്ങൾ വിട്, ഞാൻ ഇവനെ നോക്കിക്കോളാം, വേറെ എൻ്റെ കൂടെ കൊണ്ടുപോവാണെങ്കിൽ ഞാൻ കൊണ്ടുപോയിക്കോളാം, ഇല്ല ഇവിടെ അടുത്തങ്ങനെ വീട് വാടകയ്ക്ക് എടുത്ത് താമസിക്കുകയാണെങ്കിൽ ഇവിടെ അടുത്ത് വീടെടുത്ത് താമസിക്കുകയാണെങ്കിൽ താമസിക്കാൻ പാടില്ല, എൻ്റെ അമ്മൂമ്മയുടെ കൂടെ കുറച്ച് നാൾ താമസിക്കുകയാണെങ്കിൽ അങ്ങനെ നിർത്തുക. എത്ര ആണേലും പൊന്നുകൊണ്ട് പുളിശ്ശേരി ഉണ്ടാക്കിയാലും അമ്മായിയച്ഛനാ, അവർക്കൊന്നും ഒരു ഇഷ്ടങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, അത് ഇവിടെ വെച്ച് സാധിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടൊന്ന് മാറ്റി താമസിപ്പിക്കുന്നത് നല്ലതല്ലേ എന്നൊക്കെ പറഞ്ഞു. അവർ ആ പെണ്ണുമ്പിള്ളി എന്തിനും അടുക്കത്തേ ഇല്ലായിരുന്നു. ഇവൻ്റെ അമ്മായിയച്ഛനൊരു പാവമാണ്. ഞാൻ പോയി പറഞ്ഞപ്പോൾ ഇതേപോലെ ഇവൻ്റെ സ്വഭാവം ഇങ്ങനെ എല്ലാം ഇവനെക്കുറിച്ചുള്ള കുറ്റവും കുറേയൊക്കെ ആയിരുന്നു പറഞ്ഞു. എന്നാൽ ആ പെണ്ണാണെങ്കിൽ മുറിക്കകത്തോട്ട് കയറി നിന്നിട്ട് എന്നോട് ഇങ്ങനെ തൊഴുത്, ഞാൻ വരാം, എന്നെ അങ്ങ് കൊണ്ടുപോയിക്കോ, ഞാൻ വരാം. അപ്പം ഞാൻ പറഞ്ഞത് എൻ്റെ അമ്മയോടും അച്ഛനോടും പറയരുത്, ഈ ഇവളെയും ഇവിടെ ആ കൊച്ചിനെ ഭീഷണിപ്പെടുത്തി വെച്ചേക്കുവാന്ന് തോന്നുന്നു, നീ പോവരുത്, ഞങ്ങൾ പറയുന്നതാണ് നീ കേൾക്കേണ്ടത്, അവർ വന്ന് ഞാൻ ഫോൺ ചെയ്തിട്ടില്ല, ഇവൾക്ക് ഫോണൊന്നും ഇല്ല, ഇവർ അച്ഛനോട് ഫോൺ ചെയ്തിട്ടേ ഞങ്ങൾ വരത്തുള്ളൂ, ഞാൻ വരുന്നതിന് മുന്നേ ഇവർ അച്ഛൻ പോയി പറയടി നിൻ്റെ വീട്ടിൽ നിൻ്റെ നാത്തൂനെല്ലാം വരുന്നുണ്ട്, ഞങ്ങൾ പറയുന്നത് കേൾക്കണ്ടേന്നൊക്കെ പറയുന്നുണ്ടെന്ന്. എന്താ വെച്ചാൽ അയലത്തുകാരോടൊക്കെ ഈ കൊച്ചു പോയി പറയുന്നു, അയലത്തുകാരത് കേട്ട് ഞങ്ങൾക്ക് ഫോൺ ചെയ്യുന്നുണ്ട്, ഫോൺ ചെയ്ത് ഞങ്ങളോട് പറയുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ഞാൻ പോയി ഞാൻ ലാസ്റ്റ് 2-3 പ്രാവശ്യം പോയപ്പോൾ ലാസ്റ്റ് ഞാൻ ഇനി അങ്ങ് പോവാ, ഞാൻ ഇനി ഈ കാര്യത്തിന് വരത്തില്ല, എൻ്റെ കുഞ്ഞിൻ്റെ സ്കൂൾ തുറക്കുക, ഞാൻ ഫീസ് കെട്ടിയെല്ലാം പഠിക്കാൻ വെച്ചേക്കുക, അതുകൊണ്ട് ഇനി ഞാൻ വരത്തില്ല, മോൾ എന്തോ തീരുമാനിക്കാം, മോക്കൊന്നൊരു കാര്യം ഉണ്ടല്ലോ അതൊന്നും തീരുമാനിക്കും. ഞാൻ അന്നേ അപ്പം അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ട് അടുത്ത്, ഞാൻ അന്നേ പറഞ്ഞില്ല എൻ്റെ അച്ഛനും അമ്മയും എന്തോ തീരുമാനിക്കുന്നത്, അതാണ് തീരുമാനമാണ്. ഈ എവിടെയുണ്ട് ഇപ്പോൾ ശോഭ? മുതുകുളത്ത് തന്നെ ഉണ്ട്. മുതുകുളത്താ. ഇപ്പോഴത്തെ ഭർത്താവിന്റെ പേരെന്തുവാ? മോഹനം പിള്ള. ഓ ശരി. അദ്ദേഹത്തിന് അറിയാല്ലേ? നിങ്ങളൊക്കെ അദ്ദേഹത്തിന് അറിയാം? ഞങ്ങൾ പോയിട്ടുള്ളതല്ലേ. ഞാനാണ് അവന്റെ അപ്പൂപ്പൻ മരിച്ചപ്പം വിളിക്കാൻ ചെന്നപ്പം ഇങ്ങനെ ഒരാൾ ഇവിടെ ഇല്ല, അറിയത്തില്ലെന്നൊക്കെയാ പറഞ്ഞത്. അപ്പൂപ്പനെ അറിയത്തില്ല, ആരാ ശോഭയെന്നൊന്നും അറിയത്തില്ലെന്ന് എൻ്റെ അടുത്ത് അന്നത്തെ ആ പുള്ളിക്കാരൻ പറഞ്ഞത്. പുള്ളിയുടെ വീട്ടിൽ ചെന്ന് ഞങ്ങൾ കാര്യത്തോടെ സംസാരിച്ച അന്ന് എൻ്റെ അമ്മ വേണമെന്നും പറഞ്ഞ് ഞാൻ പോലീസുകാരുമായിട്ട് അവിടെ ചെന്നായിരുന്നു. പോലീസുകാരെ മുന്നിൽ വെച്ച് ഞങ്ങൾ പരാതി പോലീസ് സ്റ്റേഷനിലേക്ക് എഴുതി കൊടുത്തിട്ടാ ചെന്നത്. പോലീസുകാർ പറഞ്ഞത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അമ്മ പറയുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മക്കളില്ലെന്നാ പറയുന്നത്. അല്ല, പോലീസുകാരെ കൊണ്ട് പോകുന്നതിന് മുൻപ് നിങ്ങൾ അല്ലാതെ അമ്മയെ കാണാൻ പോയിട്ടുണ്ടോ? കുഞ്ഞമ്മയും ഇവനുമായിരുന്നു പോയത്, ഞങ്ങള് 3 പേരുമായിരുന്നു പോയത്. പോയപ്പോ ഗുണ്ടകളാന്ന് വരെ പറഞ്ഞിട്ടുണ്ട്, വീടിന്റെ ഭാഗത്ത് ഗുണ്ടകളെ ഇരിക്കുന്നു, പോലീസുകാരെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഇല്ല, ആദ്യമായിട്ട് പോകുമ്പോ അങ്ങനെ ഇല്ലായിരുന്നു. പോയി ഞങ്ങൾ പോയപ്പോ ആണെങ്കിൽ കുഞ്ഞമ്മയായിരുന്നു വിളിച്ചത്. കുഞ്ഞമ്മ വിളിച്ചപ്പോ അവര് TV കണ്ടോണ്ടിരിക്കുക, എന്നാ അപ്പോഴത്തെ ഭർത്താവ് കിടക്കുമായിരുന്നു. അപ്പൊ പെട്ടെന്ന് ചാടി വെളിയിലോട്ട് വന്നിട്ട് എന്താന്ന് ചോദിച്ചു, ഞങ്ങൾ ആരാ, അപ്പൊ ഞങ്ങളെ 2 പേരും കാണിച്ചു, ഇവരാരാന്ന് അറിയാവോന്ന് ചോദിച്ചു. അറിയാന്ന് പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ് നീക്കി റോഡിലോട്ട് കൊണ്ടുവന്ന് അവിടെ വെച്ച് സംസാരിച്ചു. ഇപ്പം എൻ്റെ ഭർത്താവ് എന്നെ വീട്ടിൽ കൊണ്ട് വിട്ടേക്കുക, അവൾ കൊടുക്കാമെന്ന് പറഞ്ഞ സ്വർണം കൊടുത്തില്ലാത്തതുകൊണ്ട് വീട്ടിൽ കൊണ്ട് വിട്ടേക്കും, എന്തുവാ തീരുമാനമെന്ന് ചോദിച്ചപ്പോൾ എനിക്കൊരു 10 ദിവസത്തെ അവധി 10 ദിവസം കഴിഞ്ഞ് ഞാൻ സ്വർണം തരാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് സ്വർണത്തിൻ്റെ ഒന്നും അല്ല ഇപ്പം, ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മ വേണം, ഞങ്ങളുടെ അമ്മയുടെ കൂടെ ഇങ്ങനെ വരണമെന്ന് പറഞ്ഞപ്പോൾ നാട്ടുകാരെല്ലാം കൂടിയപ്പോഴത്തേക്ക് ഇവള് പറയാ, നിങ്ങൾ ആരാ, നിങ്ങളെ ഞാൻ കണ്ടിട്ടേ ഇല്ലല്ലോ, ഞാൻ ഇങ്ങനെ എനിക്ക് 2 പിള്ളേരില്ല, ഞാൻ പെറ്റിട്ടില്ല, ഒന്നുമില്ല. അങ്ങനെ അവരെ നാട്ടുകാരെ വയറെല്ലാം കാണിച്ച്